ഇന്ത്യയിൽ നടത്തിയ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായിട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതാണ്. ഇതിൽ പാകിസ്ഥാന് വലിയ ഞെട്ടലുണ്ടാക്കിയ കാര്യമാണ്. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്കാരുടെ രക്തമായിരിക്കും അതിൽ ഒഴുകുക എന്ന് പാകിസ്ഥാൻ്റെ മുൻ വിദേശകാര്യമന്ത്രി പറഞ്ഞ് ഭയപ്പെടുത്തുന്നുണ്ട്. ഇതൊന്നും ഏശാൻ പോകുന്നില്ല. ജലയുദ്ധമെങ്കിൽ ജലയുദ്ധം നടത്താനും ഇന്ത്യ തയ്യാറാണ്. കാരണം 26 പേരുടെ നിരപരാധികളുടെ ജീവൻ എടുത്തതിന് ഇനി ആ കൈകൾ കൊണ്ട്, ആ മനസ്സുകൊണ്ട് ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താൻ അനുവദിക്കില്ല എന്നുള്ള മുൻ രീതിയിലുള്ള നീക്കമാണ് ഇന്ത്യ നടത്തുന്നത്. അതിൻ്റെ തെളിവായിട്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ നദീജല കരാർ മരവിപ്പിച്ചുകൊണ്ട് നീക്കം നടത്തിയിരിക്കുന്നത്. അതിൻ്റെ ഭീതിയിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ നിൽക്കുന്നത്. അവർക്കത് താങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ടിബറ്റിൽ നിന്ന് ഇന്ത്യ വഴി പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന സിന്ധു നദിയിലൂടെ വെള്ളം നൽകാൻ ലോകബാങ്ക് വഴി നടപ്പാക്കിയ കരാർ മരവിപ്പിക്കുകയാണെന്ന് ജല സെക്രട്ടറിയെ ഔദ്യോഗികമായി ഇന്ത്യ അറിയിച്ചിട്ടുമുണ്ട്. ഇത് പഞ്ചാബ് പ്രവിശ്യയിലെ കൃഷിയെ ബാധിക്കും. വൈദ്യുതി ഉൽപ്പാദനം മുടങ്ങും. പരാതിയുമായി ലോകബാങ്കിനെ സമീപിക്കാനാണ് പാകിസ്ഥാൻ്റെ തീരുമാനം. ഈ ജലയുദ്ധത്തിന് 3 ഘട്ടമുണ്ട്. വെള്ളപ്പൊക്കത്തിനുള്ള സാധ്യതയും നദിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പാകിസ്ഥാനെ അറിയിക്കില്ല. കമ്മീഷണർ കൂടിക്കാഴ്ച നടത്തുന്നതും നദീതടത്തിലെ വികസന പദ്ധതികൾ മുൻകൂട്ടി അറിയിക്കുന്നതും നിർത്തിവെക്കും. ഒഴുകുന്ന വെള്ളത്തിൻ്റെ അളവ് ലഭിച്ചില്ലെങ്കിൽ വെള്ളപ്പൊക്കവും വരൾച്ചയും മുൻകൂട്ടി അറിയാൻ പാകിസ്ഥാന് ആകില്ല എന്നുള്ളതാണ്. അത് അവരുടെ രാജ്യത്തിനെ പ്രതികൂലമായി ബാധിക്കുന്ന കാര്യമാണ്. 2, നിലവിലുള്ള അണക്കെട്ടുകളിലെ മണ്ണ് നീക്കം ചെയ്യാതിരിക്കലാണ് 2ാം ഘട്ടം. ഇതോടെ ജലനിരപ്പ് ഉയരും. ഡാം കവിഞ്ഞൊഴുകുകയോ തുറന്നു വിടുകയോ ചെയ്യാം. 3, ജമ്മു കാശ്മീരിന് വൈദ്യുതി നൽകാനുള്ള ജലവൈദ്യുത പദ്ധതികളുടെ നിർമ്മാണം, നദികളുടെ ഒഴുക്ക് തിരിച്ചുവിടൽ എന്നിവ 3ാം ഘട്ടത്തിൽ ഉൾപ്പെടുന്നു. ഇതോടെ നദി വരളും. ജലം ഇല്ലാതെ വരുന്ന ഒരവസരത്തിൽ ഉണ്ടാകുന്ന ഒരു രാജ്യത്തിൻ്റെ പ്രതിസന്ധിയും ആ രാജ്യം ഒരു കൊടും പട്ടിണിയിലേക്കും വൻ സാമ്പത്തിക തകർച്ചയിലേക്കും നീങ്ങും എന്നുള്ളതാണ് നമുക്കറിയാവുന്നത്. അത്തരത്തിൽ പാകിസ്ഥാനെ തളച്ചിടുക എന്നത് ആണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. അതിനുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്തിനോട് എതിരിട്ടതിൻ്റെ പേരിൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ചെറിയ ചെറിയ ഇടവേളകൾക്ക് ശേഷം നിരന്തരമായിട്ടുള്ള ആക്രമണമായിരുന്നു പല ഭാഗങ്ങളിൽ വെച്ച്. ഈ പഹൽഗ്രാമിലെ ഇത് നടക്കുന്നതിന് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ സേനാ മേധാവി പറയുകയുണ്ടായി, കശ്മീർ തന്നെ ഞങ്ങളുടെ ലക്ഷ്യം, അത് നേടിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനം എന്നുള്ളത്. അത് കഴിഞ്ഞ് ഒരാഴ്ച പിന്നിടുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇതെല്ലാം നമ്മൾ കൂട്ടി വായിക്കേണ്ടിയിരിക്കുന്നു. നരേന്ദ്രമോദി സൗദിയിൽ സന്ദർശനം നടത്തുന്ന വേളയിലായിരുന്നു മാർപ്പാപ്പയുടെ മരണത്തിന് പിറ്റേ ദിവസവും. അപ്പോൾ ലോകശ്രദ്ധ നേടിയെടുക്കുന്നതിന് വേണ്ടിയും പാകിസ്ഥാൻ ഈ ചില തന്ത്രം ഉപയോഗിച്ചു എന്നുള്ളതാണ്. പാകിസ്ഥാൻ തീവ്രവാദ പ്രോത്സാഹനം നടത്തുന്നുവെന്നും തീവ്രവാദത്തിൻ്റെ ഹബ്ബായിട്ട് മാറുന്നു എന്നും പലപ്പോഴും എല്ലാ രാജ്യങ്ങളും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷെ തെളിവെവിടെ എന്നൊക്കെ പാകിസ്ഥാൻ ചോദിക്കാറുണ്ട്. തെളിവുകൾ ഇന്ത്യ കൈമാറാൻ തയ്യാറാണ്. ഡിജിറ്റൽ രേഖകൾ വരെയുണ്ട്. ഈ ഭീകരവാദികൾ കടന്നു വന്നത് ഏത് വഴിയാണെന്നുള്ളതിന് കൃത്യമായ ദൃക്സാക്ഷികളും ഇന്ത്യയുടെ കൈവശമുണ്ട്. ചില തീവ്രവാദികളെ ഇന്ത്യയുടെ പക്കൽ കിട്ടുകയും ചെയ്തു. ഇതൊക്കെ അന്താരാഷ്ട്ര സമൂഹത്തിന് മുമ്പിൽ ഇന്ത്യ മുമ്പോട്ട് വയ്ക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്, തെളിവുകൾ ചോദിക്കും. പല സമയത്തും അവിടെയാണ് കാര്യങ്ങൾ നടക്കാതെ പോയിട്ടുള്ളത്. എന്നിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ്. അതായത് എല്ലാ തരത്തിലുള്ള ഉപരോധവും ഏർപ്പെടുത്തുന്നു. അവിടെ ജനങ്ങൾ പട്ടിണി കിടന്ന് മരിക്കേണ്ട ഒരവസ്ഥയിൽ എത്തുന്നു.
ആ രാജ്യത്തെ അങ്ങനെ ആക്കിയത് അവിടുത്തെ സേനയും ഭരണാധികാരികളുമാണ്. ഭരണാധികാരികളെ ഒരിക്കലും സേന പിന്നീട് സംരക്ഷിച്ചിട്ടില്ല. നമുക്കറിയാം, ഭരിച്ചിട്ടുള്ളവരെല്ലാം പിന്നീട് ജയിലിലേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ തൂക്കുമരത്തിലേക്കാണ് പോകുന്നത്. ഇതാണ് പാകിസ്ഥാൻ്റെ സ്ഥിതി എന്നുള്ളത്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവര് ലോകത്തിലുള്ള മറ്റു പല രാജ്യങ്ങൾക്കും ഇത്തരത്തിൽ തീവ്രവാദികളുടെ സഹായം നൽകിയിട്ടുണ്ട്. എല്ലാറ്റിൻ്റെയും പിന്നിൽ അവരുണ്ട്. ലോകത്ത് എവിടെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നു, ഭീകരാക്രമണം നടക്കുന്നുണ്ടെങ്കിലും അതിന് പിന്നിൽ പാകിസ്ഥാൻ്റെ കരം ഉണ്ടെന്നുള്ളത് പകൽ പോലെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അവരുടെ കൈവശം നിരവധി ഭീകര സംഘടനകൾ ഉണ്ട്. ആ ഭീകര സംഘടനകൾക്ക് വേണ്ട തരത്തിലുള്ള പരിശീലനം നൽകിക്കൊണ്ടാണ് ഇതിലേക്ക് ഇറക്കുന്നത്. ഇന്ത്യ അവരുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യത്തിൽ നിർത്തിയിരിക്കുന്നതാണ് കാശ്മീരിനെ എടുത്തേ അടങ്ങൂ എന്നുള്ള രീതിയിൽ. ആ കാശ്മീരിനെ എടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യമെങ്കിൽ ഇവരെ മുഴുവൻ ജലം കൊടുക്കാതെ ഇവരെ കൊന്നൊടുക്കുക എന്നുള്ളതാണ് ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്നത്. മൂന്നാം കക്ഷി വഴിയുള്ള അന്വേഷണത്തോടെ സഹകരിക്കുമെന്നാണ് ഷഹബാസ് ഷരീഫിന്റെ പ്രസ്താവനയിൽ ഇന്ത്യ ദുരുദ്ദേശം സംശയിക്കുന്നുണ്ട്. കശ്മീർ വിഷയത്തിലും മൂന്നാം കക്ഷിയെ ഉൾപ്പെടുത്താനുള്ള തന്ത്രമെന്നാണ് സംശയം. ഒരു നിഷ്പക്ഷ അന്വേഷണമാണ് ഇതിൻ്റെ ആവശ്യം എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ജമ്മു കാശ്മീരിൽ ഭീകരർക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയ സുരക്ഷാ സേന പഹൽഗ്രാം ആക്രമണത്തിൽ പങ്കുണ്ടെന്ന് കരുതുന്ന 5 ഭീകരരുടെ വീടുകളാണ് തകർത്തിരിക്കുന്നത്. അത് ഇത്തരത്തിൽ അതിശക്തമായ മണിക്കൂറുകൾക്കകം ഇന്ത്യ മറുപടി കൊടുത്തു എന്നുള്ളതാണ്. സൗദിയിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരുന്ന പ്രധാനമന്ത്രിയാണ് യാത്ര വെട്ടിച്ചുരുക്കി ഉടൻ തന്നെ രാജ്യത്തേക്ക് എത്തുകയും അമിത്ഷാ ഉടൻ തന്നെ കാശ്മീരിൽ എത്തുകയും ഒക്കെ ചെയ്യുന്നു. വളരെ പെട്ടെന്ന് തന്നെ തീരുമാനങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുന്നു. വിദേശകാര്യമന്ത്രിയും വേണ്ട തരത്തിൽ ഉണർന്നു പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ 13 ലോകരാജ്യങ്ങളെ ഇന്ത്യ ഈ വിവരങ്ങൾ കൃത്യമായിട്ട് അറിയിച്ചിട്ടുണ്ട്. ഈ ലോകരാജ്യങ്ങളുടെ നേതാക്കന്മാരുമായിട്ട് ടെലിഫോണിൽ നരേന്ദ്രമോദി സംസാരിക്കുകയും ചെയ്തു. പാകിസ്ഥാന് എതിരായിട്ടുള്ള തെളിവുകൾ ഞങ്ങളുടെ പക്കൽ ഇതൊക്കെയാണുള്ളത്, അത് അന്താരാഷ്ട്ര സമൂഹത്തോട് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനവും. അത് ഇന്ത്യ ചെയ്യും എന്നുള്ളത് ഉറപ്പായിരിക്കുകയാണ്. കാരണം ജലയുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ അത് ജലം കൊടുക്കുന്നത് മരവിപ്പിക്കുമ്പോൾ അത് ജലയുദ്ധമായി പരിഗണിക്കും എന്ന് പാകിസ്ഥാൻ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും അന്താരാഷ്ട്ര സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനിടയാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ തെളിവുകൾ കണ്ടെത്തി അത് ലോക സമൂഹത്തിന് മുമ്പിൽ വയ്ക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഡിജിറ്റൽ രേഖകളും ഈ ഭീകരവാദികൾ കടന്നു വന്ന വഴികളും ദൃക്സാക്ഷികളെയും ഒക്കെ സഹിതമാണ് അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പാകിസ്ഥാന് ഇത് എന്തായാലും ഇതോടുകൂടി പാകിസ്ഥാൻ ഭീകരാക്രമണം ഒന്നുകിൽ നിർത്തും, അല്ലെങ്കിലോ പാകിസ്ഥാൻ ഇതോടുകൂടി തകരും. പാകിസ്ഥാൻ തകർന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെന്നല്ല ലോകത്തൊരിടത്തും ഇനിയും ഭീകരാക്രമണം എന്ന് പറയുന്ന ഒന്ന് ഉണ്ടാകില്ല. അത് വ്യക്തമാണ്.